കാഴ്ചകളിലൂടെ കഥ പറയാൻ കഴിയുന്ന അപൂർവം പ്രതിഭകളിൽ ഒരാളായിരുന്നു ബാലു മഹേന്ദ്ര എന്ന ബെഞ്ചമിൻ ബാലു മഹേന്ദ്ര. ഓർത്തെടുക്കാൻ പ്രയാസമില്ലാത്ത വിധം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഉത്തമ സൃഷ്ടികളായിരുന്നു ബാലു മഹേന്ദ്രയുടെ ചലച്ചിത്ര കാവ്യങ്ങളൊക്കെയും. 1939 ശ്രീലങ്കയിൽ ജനിച്ച ബാലു മഹേന്ദ്ര ലണ്ടൻ സർവകലാശാലയിൽ നിന്നും ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദം നേടി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമറ്റോഗ്രഫിയിൽ സ്വർണ്ണ മെഡലും കരസ്ഥമാക്കിക്കൊണ്ടായിരുന്നു 1974 രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത നെല്ല് എന്ന മലയാള ചിത്രത്തിന്റെ ക്യാമറമാനായി സിനിമാ ലോകത്തേക്ക് ഇറങ്ങിയത്. ആദ്യ ചിത്രത്തിലൂടെ തന്നെ മികച്ച ഛായാഗ്രാഹകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ബാലു മഹേന്ദ്ര ഒരേ സമയം മലയാള സിനിമയിലും തമിഴ് സിനിമയിലും വിഷ്വൽ മാജിക്കുകൾ തീർത്ത് വിസ്മയങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. 19ഓളം മലയാള ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച ബാലു മഹേന്ദ്ര 3ഓളം മലയാള ചിത്രങ്ങൾ സംവിധാനവും ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് കഥ പറച്ചിലിന്റെ പുതുവഴി കാട്ടിത്തന്ന ചിത്രമായിരുന്നു 1984 മമ്മൂട്ടി, ശോഭന എന്നിവരോടൊപ്പം ഒന്നിച്ച് യാത്ര. പൂങ്കുയിലേ പെണ്ണാളെ പൂങ്കുയിലേ പെണ്ണാളെ കൊന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നു. ആദ്യം സംവിധാനം ചെയ്ത ചിത്രം കന്നഡ ഭാഷയിൽ പുറത്തിറങ്ങിയ കോകിലയായിരുന്നു. 1974 ആദ്യ ചിത്രമായ നെല്ല് മുതൽ 2013 അവസാന ചിത്രം തലമുറകൾ വരെ പ്രാദേശിക ദേശീയ പുരസ്കാരങ്ങൾ ഒട്ടനവധി തവണ കരസ്ഥമാക്കിയിട്ടുണ്ട് ബാലു മഹേന്ദ്ര എന്ന അനുഗ്രഹീത പ്രതിഭ. വിവിധ ഭാഷകളിലായി 33ഓളം ചിത്രങ്ങൾക്ക് ദൃശ്യവിരുന്നൊരുക്കിയ ബാലു മഹേന്ദ്ര 23 ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുമുണ്ട്. ബാലു മഹേന്ദ്രയും നടിയുമായ ശോഭയും തമ്മിലുള്ള ബന്ധത്തെ ആസ്പദമാക്കി KG ജോർജ് 1983 മലയാളത്തിൽ സംവിധാനം നിർവഹിച്ച ചിത്രമായിരുന്നു ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്. മൂന്നാം പിറ, അഴിയാത്ത കോലങ്ങൾ, സതി ലീലാവതി, കോകില, ഓളങ്ങൾ, യാത്ര തുടങ്ങിയ ചിത്രങ്ങൾ ബാലു മഹേന്ദ്രയുടെ മികച്ച സൃഷ്ടികളിൽപ്പെടുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് 2014 ഫെബ്രുവരിയിലായിരുന്നു മരിക്കാത്ത ഓർമ്മകൾ ബാക്കി വെച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞത്.